എല്ലാ കൂട്ടുകാർക്കും പാചകം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണ്. എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ വെറും 2-3 മിനിറ്റ് മതി നമുക്ക് ഈ മുട്ടക്കറി തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുവന്നുള്ളിയാണ് വേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള ചുവന്നുള്ളി ഒരു 10-12 എണ്ണം നമുക്ക് വേണം. സവാളയിൽ നമുക്ക് ചെയ്യാം, പക്ഷെ സവാള ചെയ്യുന്നതിന് കൂടുതൽ രുചിയായിട്ടുള്ളത് ചുവന്നുള്ളി തന്നെ ചേർക്കുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ വളരെ കുറച്ച് മസാല മതി ഇതിലേക്ക്. കുരുമുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഗരം മസാല ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഗരം മസാല എടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. പിന്നെ എണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ചേരുവകൾ മാത്രം മതി നമ്മുടെ ഈ മുട്ടക്കറിയിലേക്ക്. നമുക്ക് ഏറ്റവും ആദ്യം ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുരുമുളക് പൊടി എണ്ണയിൽ കിടന്നൊന്ന് മൂക്കുമ്പോൾ അതിൻ്റെ എരിവ് ഒന്നുകൂടി ഒന്ന് കൂടും. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്കായിട്ട് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. നമുക്ക് ഒരുപാട് ലൂസാക്കണ്ട. നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി അതുപോലെ കൊഴുപ്പ് കിട്ടാനുള്ള വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 200 മില്ലി വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ സമയത്ത് ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ച കറി എന്നാണ് നമ്മുടെ ഈ കറിയുടെ പേര്. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ഉണ്ണി പൊട്ടിപ്പോകാൻ ശ്രദ്ധിക്കണേ. നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ആവശ്യമെങ്കിലും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൂടി വെക്കണം. കുറച്ച് നേരത്തേക്ക് ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കണം. ഒരുപാട് ചൂട് കൂടിപ്പോയാൽ നമുക്കറിയാം മുട്ട ഒത്തിരി വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി പോകും. മുട്ട ഒത്തിരി ഹാർഡായി പോയാൽ നമുക്ക് കഴിക്കാനൊരു ഇഷ്ടം തോന്നില്ല. മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് നേരം മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം അത് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിലിരുന്ന് ബാക്കിയും കൂടി ഇത് വെന്തോളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ രുചികരമായ മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അതായത് നമ്മൾ വഴറ്റുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കാണിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷേ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാകുന്ന ഒരു കറിയാണിത്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒന്ന് വലിയ കറി ഉണ്ടാക്കാൻ മടിയൊക്കെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.